അതേതായാലും നന്നായി നീ അവനെ പോയി കണ്ടത്. അവൻ അത്രേ ഉള്ളൂ. ആ എന്നിട്ട് സ്വാമി കുഴന്ത എന്ത് പറഞ്ഞു? ഞാൻ പോകുന്നതിന് മുമ്പ് വേണിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടുകയും ചെയ്തു. പാവം. ഇനി നിനക്ക് ധൈര്യമായിട്ട് പോവാം. ബാക്കി ഞാൻ ഏറ്റു അണ്ണനെ പെങ്ങളെ ഒരുമിപ്പിക്കുന്ന കാര്യം. ഒന്ന് പോടോ പിള്ളേ. താൻ ജപ്പാനിലും പോയിട്ടില്ല, തന്റെ കർക്കിടകത്തോട്ട് കച്ചവടമില്ല. ഞാൻ ഗോവയിൽ പോയപ്പോ പോയില്ലോ. എന്താന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് എടുത്തോമേ. എല്ലാരും താഴെ വന്ന് കഴിക്കണം. പ്ലേറ്റും ഗ്ലാസും പൊട്ടിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കാശ് ഈടാക്കുന്നതാണ്. എല്ലാരും കേക്കി. താഴോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വാക്ക്. ഈ ടിറ്റോയും ദുബായി പോയാൽ താജന്റെ മാതിരി കത്ത് എഴുതാതിരിക്കരുത്. വിമാനം ഇറങ്ങിയാൽ ഉടൻ കത്ത് എഴുതണം. കത്ത് എഴുതാൻ വിവരമില്ലെങ്കിൽ അതിനുള്ള ഒരു പുസ്തകമുണ്ട്, അത് നോക്കി വായിച്ച് പഠിച്ചെഴുതണം. പണ്ടത്തെ ഒരു സാഹിത്യന്റെ പുസ്തകത്തിൽ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ഒന്ന് പോടാ തെണ്ടിയുടെ മോനെ. ഇപ്പോഴാണ് ഫെലിക്സ് ആത്മാർത്ഥമായിട്ട് ഒരാളെ തെണ്ടിയുടെ മോനെ എന്ന് വിളിച്ചത്. ഒരച്ഛൻ മകൾക്ക് കത്തയക്കേ? നോ നോ നോ, മാമുക്ക പറഞ്ഞതിൽ കാര്യമുണ്ട്. സാധൻ പോയിട്ട് ഇതുവരെ ഒരു ലെറ്റർ തിരുത്തി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ടിറ്റോ ചെന്നാലുടൻ അടുത്ത പ്ലെയിനിൽ അവനെ കയറ്റി ഇങ്ങോട്ട് അയക്കണം. പ്ലെയിനിൽ അല്ല എന്ന് ഞാൻ സാധനെ കൊണ്ടുവരുന്നത്, കൊട്ടാരം പോലുള്ള ഒരു കപ്പലിൽ. ഞങ്ങളിത് അക്കരയായി എത്തുന്നത്. നിങ്ങൾ എല്ലാരും കൂടി ഒരു പപ്പയമാരിൽ കയറി അങ്ങ് എത്തണം. താലപ്പൊലിയും ബാൻഡ് മേളോ എല്ലാം വേണം. എന്നിട്ട് ഇവിടെ വെച്ച് ഇതേപോലൊരു സന്ധ്യക്ക് ടിറ്റിയുടെയും സാജന്റെയും കല്യാണം. അയ്യേ, എല്ലാരും നോക്കുന്നു വേണി. ടിഫി നോക്ക്, അവളെ അറിയുന്നുണ്ടോ? ഇത് നല്ല കൂത്ത്. ഇത്തിരി കരഞ്ഞോട്ടവര്. ഇതൊക്കെ യാത്രയപ്പിന്റെ ഒരു ഭാഗമാണ്. എക്സാക്ട്ലി. ഞാൻ പോയി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യട്ടെ. അളി, ഞാൻ പോയാ നീ ഇവരെ എന്റർടൈൻ ചെയ്യണം. ഇവരെ ജോളിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്റെ വിസയുടെ കാര്യം നീ ഏറ്റോണം. അതൊക്കെ ഞാൻ ഏറ്റു. സ്വാമി വരുന്നുണ്ടല്ലോ. All the best. ഞാൻ നിനക്കില്ല. വല്ലപ്പോഴൊക്കെ നീ വീട്ടിലോട്ട് പോണം. Your attention please. This is the final call for the passengers boarding on Air India flight AI930 to Dubai. You're requested to check in through immigration, security and customs. Thank you. എല്ലാം ക്ഷമിക്കണം. പോയിട്ടുണ്ടേ റെഡി? അളി, ഒന്നും മനസ്സിൽ വെക്കരുത് അളിയ. എന്താ? അല്ല, ഛർദിക്കുന്ന മാതിരി ശബ്ദം കേട്ടു. നാക്ക് പഠിച്ചപ്പോ വല്ലാണ്ട് വന്നു. എന്താ? വിഷമിക്കാതിരിക്കും മോളെ. ഇത് വലിയ തെറ്റൊന്നുമല്ല. സാജന്റെയും മോളുടെയും കല്യാണം നിശ്ചയിച്ചതല്ലേ. സാജനും അറിയാവുന്ന കാര്യമാണല്ലോ. ടിറ്റു അവനെയും കുട്ടി ഉടനെ വരില്ലേ.
എനിക്ക് അടുത്തറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്. ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ആന്റിയോട് പറ. ആരും അറിയാതെ നമുക്കത് ചെയ്യാം. എനിക്കൊന്നും അറിഞ്ഞൂടെ. ഞാൻ പോട്ടെ ആന്റി. വിഷമിക്കാതെ മോളെ. ഗോഡ് ഈസ് ഗ്രേറ്റ്. ഡാഡിയോട് പറഞ്ഞാലോ? വേണ്ട, അങ്കിളിനോട് ഇപ്പൊ പറയണ്ട. ഞാൻ അച്ഛൻ ഒരെഴുത്തോടെ അയക്കാം. ഈ കാര്യം എഴുതരുത്. ഈ കാര്യം എഴുതുന്നില്ല. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് പറഞ്ഞ് എഴുതാം. എന്താ സുഖമില്ലേ മോളെ? ഒന്നുമില്ല ആന്റി. ഇതേ ഫ്രിഡ്ജ് വന്നിരിക്കുന്നു. എന്താ ഫ്രെഡി? ഒന്നുമില്ല, വെറുതെ വന്നതാ. ഞങ്ങൾ ലൈഫ് കാർഡുകളുടെ ശമ്പളം 30 രൂപയാക്കി കൂട്ടി. എനിക്ക് കുറച്ച് സ്വീറ്റ്സ് കൊണ്ടുവന്നാ. പേടിക്കണ്ട, എല്ലാം നേരെയാകും. അത് പറയാനാ ഞാൻ വന്നത്. ശരി ഫ്രെഡി, ആ? ഈ കാര്യം ആരും അറിയരുത്. എന്റെ മനസ്സിന് പോലും അറിയില്ല. ടിറ്റോട് കത്ത് വല്ലതും വന്നോ? ഇല്ല, നാളെ എന്തായാലും വരും. പ്രിയപ്പെട്ട ആളേന് വീട്ടിലേക്ക് ഞാൻ കത്തയച്ചിട്ടില്ല. അയക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വന്നതിന്റെ പിറ്റേ ദിവസം സാജനെ കണ്ടു. അവന്റെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അവന് ജോലി കിട്ടിയ കമ്പനിയിലെ MD-യുടെ മകൾ. അതിനുവേണ്ടിയാണ് അവന്റെ അച്ഛൻ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡാഡിയോട് നീ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊരു സമാധാനവും ഇല്ലല്ലേ. എന്റെ ഫിഫിയെ പറ്റി ആലോചിക്കുമ്പോഴാ അളിയ അവളോട് പറയണം സാജനെ മറക്കാൻ. സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അവളുടെ അച്ചായൻ ഉടനെ വരും. വേണിക്ക് അവൾക്ക് ഞാൻ പ്രത്യേകം എഴുതുന്നുണ്ട്. ഫിഫിയും വേണിയും ഞാൻ നിന്നെ ഏൽപ്പിക്കാതെ. മോളെ, ആരുടെയും കുറ്റം കൊണ്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഇനി ചെയ്യാവുന്നത് ഒന്നേയുള്ളൂ. ആരും അറിയാതെ നമുക്കിത് വേണ്ടെന്ന് വെക്കാം. ടിറ്റോയും ഡാഡിയും ഇതറിയണ്ട. നമുക്ക് ബോംബെ പോയി സണ്ണിച്ചായന്റെ അവിടെ താമസിച്ച് വേണ്ടത് ചെയ്യാം. ആരും അറിയില്ല. ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കുമോളെ. ഞങ്ങളെല്ലാം നിന്റെ കൂടെ ഇല്ലേ? ഫിഫി ഡാർലിംഗ്, ബെറ്റി ആന്റി, അമാൾസ്, അമാൾസ്. അയ്യോ, വീട് മാറിയോ? ഇതല്ലേ വീട്? ഇത് തന്നെയാണല്ലോ വീട്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ എവിടെ പോയിരുന്നു? ഫിഫിയും ബെറ്റിയും കൂടെ ബോംബെക്ക് പോയി. അയ്യോ, എന്ത് പറ്റി പെട്ടെന്ന് പോകാൻ? ഒന്നും ഉണ്ടായിട്ടല്ല. ആ. ബെറ്റിയുടെ ബ്രദറിന് സുഖമില്ലെന്ന് ഫോൺ വന്നു. അപ്പൊ ഒന്ന് പോയിട്ട് വരട്ടെ ഞാനും വിചാരിച്ചു. ഫിഫിക്ക് ഒരു ചേഞ്ച് ആവുമല്ലോ. ഫിഫിക്ക് ഒരു കല്യാണം ഉടനെ ആലോചിക്കണമെങ്കിൽ വേണം, ഒരു നല്ല പയ്യനെ നോക്കണം. വരട്ടെ. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. താനിരിക്കും. ഓക്കെ. ഹായ് മിസ്സസ് വെണിറ്റിറ്റോ, ഹൗ ആർ യു? Fine. നത്തിങ് ഈറ്റബിൾ ഐറ്റംസ്. ഉച്ചയാകട്ടെ, ചോറ് തരാം. പട്ടാളം കീടെ അവിടെ നിർത്തി. സ്മാൾ സ്മാൾ. കുറവാ. അമ്മാളെ ഒന്ന് കാണാം. പട്ടാളത്തെ ചുറ്റിപ്പറ്റി 2 സ്മാൾ ഓടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാ വന്ന്. എപ്പൊ തുടങ്ങോടി? ഉച്ചയാകുമ്പോ ഉണ്ണുന്നതിന് മുമ്പ് ചിലപ്പോ കഴിക്കും. ഞാനെന്നാ ഉണ്ണാറാവുമ്പോ വരാം. അപ്പോഴത്തേക്കും തുടങ്ങുമായിരിക്കും അല്ലേ? ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. നമ്മുടെ
പട്ടാള വല്ല പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഹേയ്, ഉണ്ടെങ്കിൽ പറ, ഉച്ചയ്ക്ക് വരുമ്പോ ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഓക്കെ? നമ്മുടെ വേണിക്ക് നമ്മുടെ വേണി ഞാൻ അവിടെ കൂട്ടിക്കൊണ്ട് ഡോക്ടറെ കണ്ടു. ശരിക്കും ദേവട്ടാ ദേവട്ടാ ഞാനിനി എന്താ ചെയ്യേണ്ടത്? നീ ഒന്നും ചെയ്യണ്ട, അമ്മാവനാവാൻ തയ്യാറായി. പിന്നെ ദിവസവും അവളെ ചെന്ന് കണ്ട് ചിരിച്ച് 2 വർത്തമാനം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അസലാക്കാം. ഞാൻ പോട്ടെ ദേവട്ടാ, 2 മണി ക്ലാസ് ഉണ്ട്. മാമ ചെലവുണ്ട്. ഉണ്ടേ. ആ. ഹലോ, യെസ് 63516. മോളെ വേണി, വേണി. ഹലോ മോനെ ടിറ്റോ, നീ നല്ല ദിവസം നോക്കിയാണല്ലോടാ വിളിച്ചത്. വേണി ഈസ് കാരിങ്. എടാ പൂളെ, നീ ഒരു അച്ഛനാകാൻ പോകുന്നു. ടിഫി ബോംബെയിലാ. നമ്മുടെ സണ്ണിച്ചന് സുഖമില്ല. ബെറ്റ് പോയപ്പോ കൂടെ പോയി. ഷീസ് ഓക്കെ, ടിഫി ഈസ് ഓക്കെ. ഓക്കെ, ഐ ആം ഫൈൻ മോനെ. ഹൗ ആർ യു? ഞാൻ വേണിക്ക് കൊടുക്കാം. ഹലോ ഹലോ, അച്ഛന് സുഖാണോ? കണ്ടു, അണ്ണനെ കൊണ്ടുപോയത്. സ്വതമുണ്ട്. ഹലോ, കാര്യമുണ്ട്. ഞാൻ എന്നും രാവിലെ വരും. എന്തെങ്കിലും നല്ല സാധനങ്ങൾ ഉണ്ടാക്കി തിന്നും പോവും. നല്ലോണം നോക്കുന്നുണ്ട്. നാളെ ഡെയ്സി ആന്റിയെ സാരി ഉടുപ്പിച്ച് ഇറക്കുക. അമ്മാൾസിന്റെ ഗർഭ ശുശ്രൂഷയ്ക്ക് കൊടുക്കാം. ഹലോ, ആ അച്ഛൻ വേഗം വരണം. കളഞ്ഞല്ലോ. എന്റെയും ഫ്രണ്ടിന്റെയും വല്ലവന്റെയും വിസയുടെ കാര്യം ചോദിക്കണമായിരുന്നു. വല്ലവന്റെയും വിസയുടെ കാര്യം താൻ എന്തിനാ അന്വേഷിക്കുന്നത്? അയ്യോ, വല്ലവന്റെ അല്ല, വല്ലഭായിയുടെ, എന്റെ ചേട്ടന്റെ അമ്മാളെ. ഒരാശുല പുസ്തകം. ഗർഭകാല വ്യായാമങ്ങൾ. ജഗതു പിള്ള സാറിന്റെ ചൂണ്ടിയതാ. ഇത് നോക്കി ചെയ്താൽ മതി. 1-2 ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. വൃത്തിയുള്ള തറയിൽ വൃത്തിയായിട്ടിരിക്കുക. എന്നിട്ട് പിന്നോട്ട് മലരുക. 2 കാലും ഒരേപോലെ പൊക്കി തലയുടെ പിൻഭാഗത്ത് തുടങ്ങിയത് വ്യായാമത്തിലായിരുന്നു, അവസാനിച്ച വ്യായാമത്തിലല്ല. ഐറ്റം നമ്പർ 2. ഐറ്റം നമ്പർ 2 വേണ്ട, ഞങ്ങൾ രാവിലെ TV കണ്ട് ചെയ്തോളാം. അയ്യോ, അതൊന്നും ഇവരെ ചെയ്തുകളയരുത്. അതൊക്കെ ഗർഭം ഇല്ലാത്ത സ്ത്രീകൾക്കുള്ളതാ, അപകടമാണ്. കാസർഗോഡ് ലിങ്ക് വരുമ്പം ഗർഭമുള്ള സ്ത്രീകൾക്കുള്ള വ്യായാമങ്ങൾ വരും. അപ്പൊ ചെയ്താൽ മതി. അന്നേരത്തേക്ക് ഇതുപോലെ സെറ്റപ്പ് ചെയ്ത് സുധു ഒന്ന് പോകുന്നുണ്ടോ? അതെ, ഞാൻ പോവാ. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വരാം. വരട്ടെ. ഓക്കെ. ഓക്കേ. ഡെയ്സി ആന്റിയല്ലേ ഇവിടെ കൂട്ടിനിടക്കുന്നത്? യെസ്. നിങ്ങളുടെ മറ്റേ സ്വഭാവം ഇവിടെ ഇറക്കരുത്. കൂർക്കം വലി അമ്മാള് കേട്ടിട്ടല്ലോ. 7 നിലയിലാ കൂർക്കം വലി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോ കൂർക്കം വലിക്കാതെ എന്നെ കട്ടോണ്ടിരിക്കും. എന്റെ അമ്മേ, ഇതിലും ഭേദമാ കട്ടവണ്ടി. ഈശ്വര, ടിറ്റോ ഇതൊന്നും അറിയില്ലേ. വരട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നൈറ്റ്. അമ്മാൾ. എന്ത് പറ്റി ബാബാ? മേജറിന്റെ മകൻ മരിച്ചു. ടിറ്റോയോ?
വിടാനല്ലേ പറഞ്ഞത്? അങ്കിൾ! എന്നെ വിട്ടേ. നീ ബോംബെന്ന് ഇവിടെ വന്നതാ കുഴപ്പമായത്. നീ എന്തിനാ എന്റെ കൂടെ തന്നെ നടക്കുന്നത്? അങ്കിൾ, ഇവിടെ ഇന്ന് എന്നെ ബോംബെ കേൾക്കണം. അണ്ണാ, ഒരു ടിക്കറ്റ് എടുക്കണം പ്ലെയിന്. പിന്നെ കപ്പലണ്ടി മുട്ടായും. നിനക്കോ? ഡ്രസ് കേട്ടോ അങ്കിളെ. ഇതാരാ? ഒന്ന് വെളിയിൽ പോയേ. ഞങ്ങളെ വീട്ടുകാര്യം പറയുമ്പം ഇങ്ങനെ വന്ന് നിക്കാവോ? മര്യാദ വേണ്ടേ? ഓ, വെളിയിൽ പോയേ. പോകാൻ. എടാ അച്ചായ, നിനക്ക് സാമ്പാറും അവിയലൊന്നും പോരാ അല്ലേ? ഇറച്ചിയും മീനും വേണം അല്ലേ? എന്താ അവിടെ കറങ്ങി നിൽക്കുന്നേ? ഓഫീസിൽ പോണ്ടേ? പോയേ. ആ, വട്ട. ഞാൻ പോയി ശവരം നിൽക്കാവേ. നിൽക്കട്ടെ. എന്നിട്ട് വരാവൂ. അച്ചായ, റെഡിയാ? റെഡി എന്ന് പറ. റെഡി. എന്നാ വാ. ആ വാ. അച്ഛയാ, വൈകിട്ട് നേരത്തെ വരണം. വരുമ്പോ കുറച്ച് കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചോ. എന്നെ വിട്ടെ. നിന്നെ ഇന്ന് ഞാൻ ബോംബെക്ക് അയക്കുന്നുണ്ട്. അവള് നീ ടിറ്റുവാണെന്ന് വിചാരിച്ചിരിക്കുക. ഭേദാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? താളം തെറ്റിയ മനസ്സാണ്. അവളുടെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാ? വേണ്ട, മോളെ. ഞാൻ കഴിക്കത്തില്ല. എനിക്ക് മരുന്ന് വേണ്ട. എനിക്ക് ഒരു അസുഖമില്ല. അയ്യോ, എനിക്ക് അസുഖമില്ല. അണ്ണാ, നമുക്ക് ഡോക്ടർ അറസ്റ്റ് ചെയ്യണം. അയ്യോ, അടിക്കണ്ട, വരട്ടെ മതി. മരുന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, പ്ലീസ്. എനിക്ക് അസുഖമൊന്നുമില്ല അണ്ണാ. മരുന്ന് കഴിക്കാൻ ഞാൻ കഴിക്കത്തില്ല. അച്ഛൻ പോവാ. അയ്യോ, അച്ഛനെ പോലെ. മരുന്ന് കഴിക്കുമോ? മരുന്ന് കഴിക്കുമോ? ആ, കഴിക്കാം. എന്നെ പിടിക്കാതെ. ഞാൻ പിടിച്ചില്ലല്ലോ. എന്താ എന്റെ ഞാൻ എപ്പോഴും ഛർദിക്കുന്നേ? ഒന്നുമില്ല, ഇന്നലെ കഴിച്ചതെല്ലാം ദഹിക്കാത്തതാവും. അയ്യോ, അച്ചായ, ഇവിടെ വന്നിരി. ഇവിടെ ഇരി. ഇതുകൊണ്ട് എന്റെ വൃത്തിയാടാ. അയ്യോ, അച്ഛൻ പറയുന്നേക്ക്. സിസ്റ്റർ ബാൻഡേജ് ഉണ്ടല്ലോ? ഉണ്ട്. കൈ രണ്ട് സോഫ്റ്റ് ആയിട്ട് കട്ടിൽ കെട്ടിയിടണം. കെട്ടഴിയരുത്. ഡോക്ടർ, അത് വേണോ? മയക്കത്തിലാണെങ്കിലും വയറ്റിലിരിക്കാൻ ചാൻസ് ഉണ്ട്. അത് ഫർദർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ അറിയില്ല, സെഡേഷനില്ല, ഉറങ്ങിക്കൊള്ളൂ. അറിയാ, ഇനി എന്നെ കൊണ്ടത് പറ്റില്ല. എനിക്ക് വയ്യ. ഓടാ, എല്ലാം തമാശയായിട്ട് എടുക്കരുത്. എന്തിനാടാ നീ എന്നെ കുട്ടി വേഷം കെട്ടിക്കുന്നത്?
എനിക്ക് നീയാകാൻ പറ്റില്ലടാ. എനിക്ക് നീയാകാൻ പറ്റില്ലടാ. ഞാൻ എന്ത് വേണം നീ പറ. ഞാൻ എന്ത് വേണം നീ പറ. പറയടോ. ടിറ്റോ, പറ. നീ പറ. കരയല്ലേ അയ്യേ ലെറ്റ് ക്രൈ. അവര് കരയട്ടെ. നിങ്ങളെല്ലാം ഒന്ന് പുറത്തോട്ട് പോയി പ്ലീസ്. യു ഓൾസോ പ്ലീസ്. ഡോക്ടർ, മോന്റെ ഡാഡി മരിച്ചുപോയി. അതാ മമ്മി കരഞ്ഞത്. അല്ലാതെ മോനോട് ഇഷ്ടമല്ലഞ്ഞിട്ടല്ല. ഇനി മമ്മി കരയത്തില്ല. ഇനി മമ്മി കരയത്തില്ല. വാവാവോ 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 വാവാവോ. അങ്കളുടെ മിലിറ്ററി താരാട്ട് കേട്ട അവൻ കരയും. മോനെ മോനെ ഈ അങ്കിളിനെ കണ്ടോ? സ്വതു അങ്കിൾ, അങ്കിൾ സ്വതു. മോന് പാല് കൊടുക്കാൻ സമയമില്ലേ? പാല് കുറ്റിനോ? പാല് കുറ്റിട്ട് വന്നിട്ട് പിന്നെ വെട്ടണം പറയാം. ടാറ്റാ. അങ്കിൾ, നമുക്കും വല്ലതും കൂച്ചണ്ടേ? സുധു, ആ. അതെ ഞാന് നിർത്തി. ടിറ്റോ, അനുവാദം ചോദിക്കാതെ മനസ്സ് ഫിഫിയുമായി വല്ലാതെ അടുത്തുപോയി. നേരിട്ട് പറയാനൊരു മടി. ഒരു കത്ത് എഴുതി കൊടുക്കട്ടെ? പ്രിയപ്പെട്ട ഫിഫി, ഫിഫിയുടെ കല്യാണം കഴിയുന്നതോടെങ്കിലും ഈ വീടിനൊരു താളം ഉണ്ടാകണം. എന്റെ മനസ്സ് എന്നും ഒരു ഊമ കൂടായിരുന്നു. മിണ്ടാത്ത മനസ്സ്. മനസ്സമ്മതം കഴിഞ്ഞാൽ ഉടനെ കല്യാണം. ഡിസംബറിൽ അവൻ സ്റ്റേറ്റ്സിൽ പോകാനിരിക്കുക. ടിറ്റോ എന്റെ അടുത്തുണ്ട്. അവനറിഞ്ഞാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. ഫിഫിമോളുടെ കല്യാണത്തിന് കൂടാൻ എന്റെ ടിറ്റോ ഇല്ല. ആ ഒരു കുറവേ ഉള്ളൂ. ഫിഫി, ഞാൻ തന്നെ കല്യാണം കഴിക്കട്ടെ? ജോണിക്ക് ഫിഫിയോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഫിഫി മുകളിലുണ്ട്. എഴുതിയത് തെറ്റാണെങ്കിൽ മനസ്സിന്റെ വിവരക്കേടായി കരുതി ക്ഷമിക്കുക. ഫിലോമിനയുടെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്കിഷ്ടമായി. ഫോട്ടോയ്ക്ക് ജീവനില്ലല്ലോ. ജീവനുള്ള എന്നെ ജോണി മനസ്സിലാക്കണം. എന്റെ കഴിഞ്ഞ കാലം ജോണി അറിയണം. എന്തറിയാനാ? കഴിഞ്ഞ കാലത്ത് താൻ ആരെങ്കിലും സ്നേഹിച്ചു കാണും.
അയാൾ വേറെ കല്യാണം കഴിച്ചു കാണും. അത്രയൊക്കെ അല്ലേ ഉള്ളൂ. അല്ല, അതിനും അപ്പുറത്ത്, വളരെ വളരെ അപ്പുറത്ത് ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞാൻ ഗർഭിണിയായി. നോ നോ നോ, മേജർ ഫ്രാൻസിസിന്റെ വീട്, ഹോം, stupid home. പരേതനായ പട്ടാളക്കാരന്റെ ഒരു നല്ല ശവക്കല്ലറ പോലും അല്ലല്ലോ ഇത്. ഇറ്റ് ഈസ് worse than that, worse than that. മോനെ ടിറ്റോ, where are you yaar? Where are you yaar? ഞാൻ വീട്ടിൽ പോയി. ഇന്ന് ഞങ്ങളുടെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻ. താങ്ക്സ്. ഇത്ര ഫോർമലാണോ ഫിഫി? മനസ്സ് തന്നെ സ്നേഹിക്കാൻ പറയുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും കാലം മരിച്ചുപോയ അച്ഛനെയും അമ്മയും മനസ്സിൽ കൂടിയിരുത്തി ഇല്ലാത്ത അഗ്രഹാരമുറ്റത്ത് എനിക്കറിയാൻ പാടില്ലാത്ത ആട്ടിക്കോലം വരയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. ഒന്നും ആയില്ല. കോലം മാഞ്ഞുപോയി. അഗ്രഹാരട്ടിലായി. അല്പം വിളിച്ചു നിന്നൂടെ? ഐ ലവ് യു ഫിഫി. നമുക്ക് ഒരുമിച്ച് ജീവിക്കണം ഞാൻ പോട്ടെ. ഫിഫി. എന്നെ സ്നേഹിക്കാൻ എനിക്ക് എന്റെ അച്ചായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവിന് പോലും എന്നോട് സഹതാപമേ ഉള്ളൂ, സ്നേഹമില്ല. എന്നെ സ്നേഹിക്കാൻ ആർക്കും കഴിയില്ല. ദയവീത് ഇനി ഈ കാര്യം എന്നോട് പറയരുത്. അണ്ണന് മലപ്പുറത്ത് പോസ്റ്റിംഗ് ആയി. ഫിഫി, പണ്ട് നീ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഈ വീട്ടിലേക്ക് വന്ന നീ എന്റെ അണ്ണനെ നോക്കിക്കോളാമെന്ന്. അണ്ണന് നിന്നിഷ്ട. ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി ജീവിച്ച അണ്ണന് വേദന മാത്രമേ ഇന്നുവരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചുള്ളൂ. എന്റെ അണ്ണന് ഒരു ജീവിതം കൊടുത്തൂടെ? എനിക്ക് വേണ്ടി. ഇതൊന്നും ഇതിൽ കൊള്ളൂലളിയാ. എപ്പോഴാ നിന്റെ ട്രെയിൻ? എന്താ ദേവേട്ടാ? നിന്റെ ട്രെയിൻ എപ്പോഴാണ്? 10:15. പ്രവേശം കഴിഞ്ഞ എന്നെ ഇവിടെ തന്നെ പോസ്റ്റ് ചെയ്യുന്ന തോന്നുന്നത്. അതുവരെ ദേവേട്ടൻ ദേവേട്ടൻ ഇവിടം വിട്ട് എങ്ങും പോകുന്നില്ലടാ. ഞാൻ ഈ വീടിന്റെ ഒരു ഭാഗമായില്ലേ. സതു, ഇതും കൂടി ബാഗിൽ വെച്ചേ. പോലീസ് സ്റ്റേഷൻ പൂജാമുറിയാക്കാൻ പോവാ. അമ്മ, ദേവേട്ടാ, ഞാനിത് വേണിക്കൊണ്ട് കൊടുത്തിട്ട് വരാം. സതു, ഓ. ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കണേ. ഓക്കെ അളിയാ, നിന്റെ ഡ്രസ്സ് മാത്രമല്ല ശാപ്പാട് വരെ പാക്ക് ചെയ്ത് വെച്ചേക്കാം. SI ആയിട്ട് ഇവിടെ ചാർജ് എടുക്കുമ്പോ എന്നെ തട്ടി അകത്ത് കയറ്റി പെരുമാറിക്കളയരുത്. ഇനി പിന്നെ വേറൊരു കാര്യം. പോയി പോയോ? എങ്കിൽ പിന്നെ പാക്ക് ചെയ്യാം അല്ലേ? അണ്ണാ, നമ്മുടെ അമ്മയെ നിന്നെ ഏൽപ്പിക്കുക. നിന്റെ കൂട്ടിന്
ശകുനം വരാൻ പറ്റില്ലല്ലോ. ഞാൻ വിധവയല്ലേ. വേണി, അങ്ങനെ പറയരുത്. ഈ അണ്ണന്റെ മനസ്സിൽ എന്നും മംഗല്യോടെയാണ്. മനസ്സിൽ നിന്നെ ശകലം കണ്ട് ഞാൻ ഉറങ്ങിക്കോളാം. പോട്ടെ ഫിഫി. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ് ഇൻസ്പെക്ടർ. ഞാനിന്ന് മലപ്പുറത്തേക്ക് പോവാണ്. ഓൾ ദി ബെസ്റ്റ് മൈ ബോയ്. താങ്ക് യു. യു വിൽ കം ഔട്ട് സക്സസ്ഫുൾ. അനി എന്താ ഇത്? ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിൾ എന്നെ അനുഗ്രഹിക്കണം. My prayers are with you, boy. ടിറ്റോ ഉറക്കുന്നിരിക്കുക അല്ലേ? ഞാൻ പോവാളിയാ. പോയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അല്ലാതെ എവിടെ പോവാനാ? ഒരു ഓൾ ദ ബെസ്റ്റ് എങ്കിലും പറയാളിയാ. പോട്ടെ. ഫിഫി, എന്തോ